ഹായ്, എല്ലാവർക്കും നമസ്കാരം. പാരിസ്ഥിതികവും വാണിജ്യപരവും അതിലുപരി സാംസ്കാരിക മൂല്യവുമുള്ള നമ്മുടെ സ്വന്തം പുന്നച്ചെടി അല്ലെങ്കിൽ പുന്നക്കയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. അതിനു മുൻപ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞങ്ങൾ ഒരു മാസത്തിലധികമായി വീഡിയോ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് തിരക്കുകളിലായിരുന്നു. ആ തിരക്കെന്ന് പറയുമ്പോൾ ഐവി പാരഡൈസിനെ ലോകത്തിലെ ഏറ്റവും വലിയ പ്ലാന്റ് ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ആക്കാനുള്ള ഒരു പരിശ്രമത്തിലായിരുന്നു. അപ്പോൾ അത് എത്രമാത്രം വിജയിച്ചിട്ടുണ്ട് എന്ന് വിലയിരുത്തേണ്ടത് ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നിങ്ങളാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള പ്ലാന്റുകൾ കണ്ടെത്തി അത് ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ളതും അല്ലെങ്കിൽ അപരിചിതമായിട്ടുള്ളതും ഒക്കെയുള്ള ചെടികളുണ്ടാവാം. ഇനി മറിച്ച് അതിൽ ഞങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള ഏതെങ്കിലും ചെടികൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ സവിശേഷതയിലേക്ക് കിടക്കാം. ഒരു നിത്യഹരിത സസ്യമാണ് പുന്ന എന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന പുന്നാകം. കലോഫില്ലം ഇനോഫില്ലം എന്നതാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. തമനു, ഓയിൽ നട്ട്, മാസ്റ്റ്യൂട്ട്, ബീച്ച് കലോഫില്ലം അല്ലെങ്കിൽ ബ്യൂട്ടി ലീഫ്, ഹിന്ദിയിൽ സുൽത്താൻ ചാമ്പ, സംസ്കൃതത്തിൽ പുന്നയ്ക്ക, തമിഴിൽ പുന്നൈ എന്നൊക്കെ പല പേരുകളിൽ അറിയപ്പെടുന്നു. ഓൾഡ് വേൾഡ് ട്രോപ്പിക്കൽസ് ആണ് ഇതിൻ്റെ ജന്മദേശം. ഇന്ത്യയുടെ ദക്ഷിണ തീരദേശം മുതൽ മലേഷ്യ വരെയുള്ള പ്രദേശങ്ങളിലാണ് ഇത് കണ്ടുവന്നിരുന്നതെങ്കിലും പൂർവ്വ ആഫ്രിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ സ്ഥലങ്ങളിലും പരമ്പരാഗത കാലം മുതൽ ഇത് വളർന്നിരുന്നു. ഇതൊക്കെ പറയുമ്പോഴും പല ഭൂപ്രദേശങ്ങളിലും പ്രാദേശിക ഭാഷയിൽ ധാരാളം പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ഒരു വൃക്ഷമാണിത്. അതിൻ്റെ പ്രധാന കാരണം ഇതിൻ്റെ വ്യാപകമായ ഉപയോഗം തന്നെയാണ്. അത് തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ വിശദമായി പരാമർശിക്കുന്നതാണ്. ഇന്ന് ലോകത്തിലെ എല്ലാ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും ഇത് വ്യാപകമായി നട്ടുപിടിപ്പിക്കുന്നു. അതിൻ്റെ പ്രധാന കാരണം ഇതിൻ്റെ ഇലകളുടെ അലങ്കാര മൂല്യവും സുഗന്ധമുള്ള പൂക്കളും കിരീടം പോലെ പടർന്നു വളരുന്ന ഇതിൻ്റെ മേലാപ്പുമാണ്. ഇത് കാരണം ഇത് ഒരു അലങ്കാര വൃക്ഷമായും തണൽ വൃക്ഷമായും വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നു. ഈ വൃക്ഷം പലപ്പോഴും തീരപ്രദേശങ്ങളിലും കടലിനടുത്തുള്ള താഴ്ന്ന പ്രദേശങ്ങളിലും വളർന്നു കാണപ്പെടുന്നു. എന്നിരുന്നാലും മിതമായ ഉയരത്തിൽ ഉൾനാടൻ പ്രദേശങ്ങളിലും ഇത് വ്യാപകമായി കാണപ്പെടുന്നുണ്ട്. പരമ്പരാഗത കാലത്തെ ഇതിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം കപ്പൽ നിർമ്മാണത്തിനും ബോട്ട് നിർമ്മാണത്തിനുമായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം വെള്ളത്തിൽ ഇത് കേടുകൂടാതെ ദീർഘകാലം നിലനിൽക്കുന്നതിനാലും ദ്വീപുകളിലും തീരദേശ ആവാസ വ്യവസ്ഥയിലും മണൽ അല്ലെങ്കിൽ പാറ നിറഞ്ഞ ബീച്ചുകളിൽ വൻതോതിൽ വളരാനുള്ള ഇതിൻ്റെ കഴിവുമാണ്. അതുപോലെ ഇതിൻ്റെ വിത്തുകൾ വെള്ളത്തിലൂടെ ചിതറി പല ഭാഗങ്ങളിലേക്കും വ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. പരമ്പരാഗത ഓസ്ട്രോനേഷ്യൻ കപ്പലുകളുടെ നിർമ്മാണത്തിൽ ഇതിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. ഓസ്ട്രോനേഷ്യയിലേക്കും മഡ്ഗാസ്കറിലേക്കും ജനങ്ങൾ കുടിയേറിയപ്പോൾ ഇതിൻ്റെ തടികളും തൈകളും അവർ കൂടെ കൊണ്ടുപോയിരുന്നു. യൂറോപ്യൻ കപ്പൽ നിർമ്മാണത്തിനും തടി വ്യവസായത്തിനും ഓക്കുമരത്തിനു പകരമായി പരമ്പരാഗത കാലം മുതൽ തന്നെ ഇത് ഉപയോഗിച്ചിരുന്നു. വിവിധ ഓസ്ട്രോനേഷ്യൻ ജനങ്ങൾക്കിടയിൽ ഔട്ട് ഗിയർ തോണികളുടെ നിർമ്മാണത്തിൽ ഇതിൻ്റെ വിവിധ ഭാഗങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഈ തടി ബോട്ടുകളുടെ ഔട്ട് റിഗർ പ്ലോട്ടുകൾ, ഔട്ട് റിഗർ സ്പാറുകൾ എന്നിവയെ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്നു. പോളിനേഷ്യയുടെ പല ഭാഗങ്ങളിലും മതപരവും സാമൂഹികവുമായ ആവശ്യത്തിന് നട്ടുപിടിപ്പിച്ചിരുന്ന ഈ ചെടിയെ ആത്മാക്കളുടെ പവിത്രമായ വാസസ്ഥലമായി വിശ്വസിച്ചിരുന്നു. മാവോറി പുരാണത്തിലെ ടിക്കി പോലുള്ള മതപരമായ ശില്പങ്ങൾ കുത്തിയെടുക്കാൻ ഇതിൻ്റെ തടി ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പോളിനേഷ്യയിലെ ഗാനങ്ങളിലും നാടോടി കഥകളിലും ഇത് സാധാരണയായി പരാമർശിക്കപ്പെടുന്നു. ഓസ്ട്രേലിയയിലെ ദ യൂസ്ഫുൾ പ്ലാന്റ് ഓഫ് ഓസ്ട്രേലിയ എന്ന പുസ്തകത്തിൽ 1989 രേഖപ്പെടുത്തിയതിന് പ്രകാരം ക്വീൻസ്ലാൻഡ് അസംബ്ലിയിൽ പേൾ ഫിഷറീസ് ബില്ലിനെ കുറിച്ചുള്ള ചർച്ചയ്ക്കിടയിൽ തേഴ്സ്ഡേ ദ്വീപിൽ ചില ഇനത്തിൽപ്പെട്ട മരങ്ങൾ സംരക്ഷിക്കാൻ ഒരു ക്ലോസ് ഉൾപ്പെടുത്തി പിഴയും ചുമത്തി. ഇതും കോക്കനട്ട് മരമോ അല്ലെങ്കിൽ ഭക്ഷ്യയോഗ്യമായ കായ്ക്കുന്ന മറ്റെന്തെങ്കിലും വൃക്ഷം മുറിക്കുകയോ മുറിവേൽപ്പിക്കുകയോ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഈ പിഴ ബാധകമായിരുന്നു. അവിടുത്തെ ആദിമവാസികളുടെ താൽപ്പര്യപ്രകാരമായിരുന്നു ആ ക്ലോസ് ഉൾപ്പെടുത്തിയത്. കപ്പൽ നിർമ്മാണത്തിന് പുറമെ ഇതിൻ്റെ പഴങ്ങളുടെ കേണലുകളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന തമാനു എണ്ണ പോളിനേഷ്യൻ സംസ്കാരത്തിലെ പ്രധാനപ്പെട്ട ഒരിനമാണ്. ഇതിൻ്റെ ഇലകളിൽ നിന്നും പൂക്കളിൽ നിന്നും ഉണ്ടാക്കുന്ന എണ്ണകളും അതുപോലെ തന്നെ പരമ്പരാഗത വൈദ്യശാസ്ത്രങ്ങളിലും അവർ സാധാരണയായി ഉപയോഗിക്കുന്നു. അത് തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ വിശദമാക്കുന്നതാണ്. പുന്നമരത്തിൻ്റെ ഇലകളിൽ മത്സ്യത്തെ കൊല്ലാൻ കഴിയുന്ന വിഷസംയുക്തം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു മത്സ്യവിഷമായും ഉപയോഗിക്കാം. ഈ മരത്തിൻ്റെ സ്രവം വിഷമുള്ളതിനാൽ സമോവയിലെ ആദിവാസി ഗോത്ര സമൂഹങ്ങൾ വേട്ടയാടാനുള്ള വിഷാസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഇതിൻ്റെ സ്രവം ഉപയോഗിക്കുന്നു. മൂപ്പെത്തിയ ഇതിൻ്റെ പഴം ഒരു എലിവിഷവുമാണ്. ഇന്ത്യയിലെ വടക്കൻ കേരളത്തിലെ തുളു സംസാരിക്കുന്ന ഗോത്രമായ മാവിലൻ ഇതിൻ്റെ പുറന്തൊലി വെള്ളത്തിൽ കലർത്തി നീരുവേമ്പു എന്ന ഒരു പൊടി ഉണ്ടാക്കുകയും അത് ഒരുതരം ജലജന്യ രോഗം ബാധിച്ച ചെടികളിൽ പ്രയോഗിക്കുകയും ചെയ്യുന്നു.
ഇതിൻ്റെ എണ്ണയിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഫാറ്റി ആസിഡ് മീഥൈൽ എസ്റ്ററുകൾ യുണൈറ്റഡ് സ്റ്റേറ്റിലും യൂറോപ്യൻ യൂണിയനിലും പ്രധാന ബയോഡീസൽ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. അങ്ങനെ ഒരു മരത്തിൽ നിന്നും 12 കിലോഗ്രാം വരെ എണ്ണ ലഭിക്കുന്നു. ഫിലിപ്പീൻസിലെ ലുസോൺ ദ്വീപിൻ്റെ വടക്കു പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലും കേരളത്തിലും രാത്രി വിളക്കുകൾക്കായി ഇതിൻ്റെ എണ്ണ ഉപയോഗിച്ചിരുന്നു. മണ്ണെണ്ണയും പിന്നീട് വൈദ്യുതിയും ലഭ്യമായപ്പോൾ അവിടങ്ങളിൽ ഇതിൻ്റെ ഉപയോഗം കുറഞ്ഞു തുടങ്ങി. അതുകൊണ്ട് തന്നെ കേരളത്തിൽ രാജഭരണകാലത്ത് പുന്നയ്ക്ക എണ്ണയ്ക്ക് നികുതി ഏർപ്പെടുത്തിയിരുന്നു. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് റേഡിയോകൾക്ക് വൈദ്യുതി നൽകാൻ ഇതൊരു ഇന്ധനമായി ഉപയോഗിച്ചിരുന്നു. ഇതിൻ്റെ എക്സ്ട്രാക്റ്റുകളിൽ സ്വെസ്കിറ്റർ പെനോയിഡുകൾ, ട്രൈറ്റർ പെനോയിഡുകൾ, ഫാറ്റി ആസിഡുകൾ, ഫാറ്റി ആസിഡ് ഡെറിവേറ്റീവുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. അത് ഇതിൻ്റെ തുടർന്ന് വരുന്ന ഔഷധ മൂല്യങ്ങളിൽ വിശദമായി പറയാം. ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ചിലർക്കെങ്കിലും തോന്നിയേക്കാം, ഒരു ചെടിയെക്കുറിച്ച് ഇത്രമാത്രം പഠനങ്ങൾ നടത്തി വിശകലനം ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന്. തീർച്ചയായിട്ടും ഉണ്ട്. അതിന് കാരണം ഞാൻ ആദ്യം പരാമർശിച്ചത് തന്നെയാണ്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ പ്ലാന്റ് ഇ-കൊമേഴ്സ് വെബ്സൈറ്റായ ഐവി പാരഡൈസിൻ്റെ ബിസിനസ് ചാനലിൽ അതിലെ ഓരോ പ്രോഡക്റ്റിനെ പറ്റിയും പഠനം നടത്തി വിശകലനം ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കൂടാതെ ഞങ്ങളിൽ നിന്നും ഒരു ചെടി വാങ്ങുന്ന നിങ്ങളും കൂടെ അറിഞ്ഞിരിക്കേണ്ടേ അതിൻ്റെ ഉപയോഗവും സവിശേഷതയും വളപ്രയോഗവും അതിനെ ബാധിക്കുന്ന കീടങ്ങളും രോഗങ്ങളും അതുപോലെ അതിൻ്റെ പാർശ്വഫലങ്ങളും. അപ്പോൾ നമുക്കിതിൻ്റെ സവിശേഷതകളിലേക്ക് പോകാം. താഴ്ന്ന ശാഖകളുള്ളതും സാവധാനത്തിൽ വളരുന്നതുമായ വൃക്ഷമാണിത്. സാധാരണ 15 മുതൽ 25 മീറ്റർ വരെ ഉയരത്തിൽ ഇത് വളർന്നു കാണുന്നു. തിളങ്ങുന്ന കടും പച്ച ഇലകളുള്ള ഇടതൂർന്ന വിശാലമായി പടർന്നു കിടക്കുന്ന മേലാപ്പും ഇതിനുണ്ട്. ഇതിൻ്റെ ഇലകൾ വലുതും തുകൽ നിറഞ്ഞതും ദീർഘവൃത്താകൃതിയും അരികുമുള്ളതാണ്. ഈ ഇലകൾ ചതച്ചാൽ സുഗന്ധവുമുണ്ട്. ഇതിൽ സുഗന്ധമുള്ള വെളുത്ത മഞ്ഞ കലർന്ന പൂക്കൾ കുലകളായി ഉണ്ടാകുന്നു. ഈ പൂക്കൾ വളരെ മനോഹരമുള്ളതും സുഗന്ധമുള്ളതുമാണ്. ചില ഭൂപ്രദേശങ്ങളിൽ തുടർച്ചയായി പൂവിടുകയോ മറ്റു ചില സ്ഥലങ്ങളിൽ വർഷത്തിൽ 2 തവണയോ ഇത് പൂവിടുന്നു. വസന്തത്തിൻ്റെ അവസാനത്തിൽ ഏപ്രിൽ മുതൽ ജൂൺ വരെയും ശരത്കാലത്തിൻ്റെ അവസാനത്തിൽ ഒക്ടോബർ മുതൽ ഡിസംബർ വരെയും. പൂവിന് 25 മുതൽ 30 മില്ലിമീറ്റർ വരെ വലിപ്പമുണ്ടാകും. 4 മുതൽ 15 വരെ പൂക്കൾ അടങ്ങിയ പാനിക്കുലേറ്റ് പൂങ്കുലകളിൽ അത് കാണപ്പെടുന്നു. ഇതിൻ്റെ മനോഹരമായ സുഗന്ധം കാരണം പരാഗണം നടത്താൻ ധാരാളം പ്രാണികളെ ഇത് ആകർഷിക്കുന്നു. 2 മുതൽ 4 സെൻറ്റിമീറ്റർ വ്യാസമുള്ള വൃത്താകൃതിയിലുള്ള പച്ച നിറത്തിലുള്ള ഡ്രൂപ്പാണ് പഴം. പഴുക്കുമ്പോൾ പഴം ചുളിവുകൾ വീഴുകയും അതിൻ്റെ നിറം മഞ്ഞ, തവിട്ട്, ചുവപ്പ് തുടങ്ങിയ വിവിധ നിറത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. ഇതിന് നേർത്ത സ്പോഞ്ച് മാംസവുമുണ്ട്. അതിന് ആപ്പിളിൻ്റെ രുചിയോട് ചെറിയ സാമ്യവുമുണ്ട്. ഇതിൻ്റെ മധ്യഭാഗത്ത് വലിയ നെട്ട് കാണപ്പെടുന്നു. തമനു നെട്ട് എന്നറിയപ്പെടുന്ന ഇതിൽ നിന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മൂല്യവർദ്ധിത ഉൽപ്പന്നമായ തമനു എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത്. പുന്നമരത്തിൻ്റെ തൊലിക്ക് കറുപ്പ് കലർന്ന ചാരനിറമാണ്. കാതലുള്ള തടിഭാഗം തവിട്ട് നിറവും കാതലില്ലാത്തതിൻ്റെ തടിഭാഗം വെളുപ്പ് നിറത്തിലുള്ളതുമാണ്. പൂർണ്ണ സൂര്യപ്രകാശത്തിൽ ഈ ചെടി നന്നായി വളരുന്നു. ദിവസം 6 മുതൽ 8 മണിക്കൂർ നേരിട്ട് സൂര്യപ്രകാശം ഇതിന് ആവശ്യമാണ്. നല്ല രീതിയിൽ സൂര്യപ്രകാശം ലഭിച്ചാൽ വളരെയധികം പൂക്കളും വിത്തുകളും ഇതിൽ നിന്ന് ലഭിക്കും. തീരദേശ മണൽ, കളിമണ്ണ്, പശ്ചിമരാശി മണ്ണ്, കളിമണ്ണ് കലർന്ന മണ്ണ് എന്നിവയുൾപ്പെടെ അധികം പരിചരണം ഒന്നും തന്നെ ആവശ്യമില്ലാതെ വിവിധ തരം മണ്ണിലും വളരുന്ന ഒരു ചെടിയാണിത്. നിഷ്പക്ഷ മണ്ണിനേക്കാൾ അല്പം അസിഡിറ്റിയാണ് ഇത് ഇഷ്ടപ്പെടുന്നത്. അതായത് 6 മുതൽ 7.5 വരെയുള്ള pH ലെവൽ. pH വ്യതിയാനങ്ങളോട് സഹിഷ്ണുത കാട്ടുന്ന ചെടിയാണെങ്കിലും മുൻപ് പറഞ്ഞ pH പരിധിക്കുള്ളിൽ ഇത് മികച്ച പ്രകടനം കാഴ്ചവെക്കും. അസിഡിറ്റിയോ ക്ഷാരഗുണങ്ങളോ അമിതമായാൽ ചെടിയുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിച്ചേക്കാം. നല്ല ഡ്രെയിനേജുള്ള മണ്ണ് ഇതിന് നിർണായകമാണ്. മോശം ഡ്രെയിനേജുള്ള സ്ഥലങ്ങളിൽ ഇത് നടുകയാണെങ്കിൽ നടിയിൽ സ്ഥലം ഉയർത്തുകയോ അല്ലെങ്കിൽ മണ്ണിൽ ഡ്രെയിനേജ് മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ ഭേദഗതികൾ വരുത്തേണ്ടതോ അത്യാവശ്യമാണ്. നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം ചെടികൾ ഐവി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അത് മെഡിസിനൽ പ്ലാന്റ് ആവട്ടെ, എയർ പ്ലാന്റ് ആവട്ടെ, എക്സോട്ടിക് പ്ലാന്റ് ആവട്ടെ, ഓർണമെന്റൽ പ്ലാന്റ് ആവട്ടെ, എല്ലാം വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അത് നിങ്ങൾക്ക് സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. ഇനി നമുക്ക് ഇതിന്റെ കീടങ്ങളും രോഗങ്ങളും നോക്കാം, അതുപോലെ അതിന്റെ വളപ്രയോഗങ്ങളും. പുന്ന അല്ലെങ്കിൽ തമാനു ട്രീയുടെ വളർച്ചയ്ക്കും മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ക്രമമായ വളപ്രയോഗം നടത്തുന്നത് ഫലോൽപാദനത്തിന് നല്ലതാണ്. 10ന്റെയോ 14ന്റെയോ തുല്യ അനുപാതത്തിലുള്ള നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം അടങ്ങിയ NPK സമീകൃത വളം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ജൈവവളമാണ് നൽകുന്നതെങ്കിൽ കമ്പോസ്റ്റോ അഴുകിയ ജൈവവസ്തുക്കളോ തിരഞ്ഞെടുക്കാം. ഈ ചെടിക്ക് വസന്തകാലത്തും വേനൽക്കാലത്തും വളം നൽകാം. ചെടിയുടെ വളർച്ച മന്ദഗതിയിലാകുന്ന ശൈത്യകാലത്ത് വളപ്രയോഗം ഒഴിവാക്കാം. 500 ഗ്രാം മുതൽ 1 കിലോഗ്രാം വരെ വളർച്ചയെത്തിയ മരത്തിന് വളം നൽകാം. എന്നാൽ ഇത് മരത്തിൻ്റെ വളർച്ചയും മണ്ണിൻ്റെ അവസ്ഥയും അനുസരിച്ച് വ്യത്യാസപ്പെടാം. ഗ്രാനുലാർ വളമാണ് നൽകുന്നതെങ്കിൽ വളത്തിൻ്റെ ട്രിപ്പ് ലൈനിന് ചുറ്റും തുല്യമായി വിതരണം ചെയ്യുക. തണ്ടും ഇലകളുമായുള്ള നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക. ദ്രാവക വളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മരത്തിൻ്റെ വേരുകളിൽ പോഷകങ്ങൾ എത്തുന്നു എന്ന് ഉറപ്പാക്കാൻ റൂട്ട് സോണിന് ചുറ്റും അത് പ്രയോഗിക്കുക. വളം പ്രയോഗിച്ചതിന് ശേഷം പോഷകങ്ങൾ വേരുകളിലേക്ക് എത്താൻ മരത്തിൻ്റെ ചുവട് നന്നായി നനയ്ക്കുക.
നനവ് നൽകുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വേരിചീയലിന് സാധ്യതയുള്ളതിനാൽ അമിതമായ നനവ് ഒഴിവാക്കുക. സ്കെയിൽ പ്രാണികൾ, മെലിബഗുകൾ, മുഞ്ഞ, കാറ്റർപില്ലർ എന്നിവയാണ് പുന്നമരത്തെ ബാധിക്കുന്ന കീടങ്ങൾ. രോഗങ്ങൾ: ലീഫ് സ്പോട്ട്, റൂട്ട് ചീയൽ, വിഷമഞ്ഞ്, ആന്ത്രാക്നോസ്. ഇവയുടെ നിയന്ത്രണവും പരിപാലനവും വിശദമായി അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ പ്ലാന്റിംഗ് ആൻഡ് കെയർ പേജ് സന്ദർശിക്കാം. വിത്ത് മുളപ്പിച്ചും തണ്ടുകൾ വെട്ടിനട്ടും ഗ്രാഫ്റ്റ് ചെയ്തും പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാം. ഉൽപ്പാദന പ്രക്രിയയുടെ വിശദ വിവരങ്ങൾ അറിയാനായി ഐവി പാരഡൈസ് വെബ്സൈറ്റിലെ ഡിഫറൻറ്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന പേജ് സന്ദർശിക്കുകയോ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി വാട്സപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഈ പേജുകളുടെ ലിങ്കും പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവിന്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി പുന്നയുടെ പ്രധാനപ്പെട്ട ഔഷധ ഉപയോഗങ്ങളിലേക്കാണ് കടക്കുന്നത്. പല ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും ഈ വൃക്ഷത്തിന്റെ സാംസ്കാരിക പ്രാധാന്യത്തോടൊപ്പം തന്നെ വളരെ വലിയ ഔഷധ പ്രാധാന്യവുമുണ്ട്. പരമ്പരാഗത ചികിത്സാ രീതികളിൽ ഈ മരത്തിന്റെ വിവിധ ഭാഗങ്ങൾ വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് ഇതിന്റെ വിത്തുകളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന എണ്ണ തന്നെയാണ്. മോയ്സ്ചറൈസിംഗ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി, ചർമ്മരോഗങ്ങളുടെ ചികിത്സ എന്നിവയ്ക്കായി ചർമ്മ സംരക്ഷണ ഉൽപ്പന്നങ്ങളിൽ ഇത് വാണിജ്യാടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്നു. മുറിവുണക്കുന്നതിനും ടിഷ്യൂ പുനർജീവിപ്പിക്കുന്നതിനും തമാനു എണ്ണ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ചെറിയ മുറിവുകൾ, പൊള്ളൽ, ചർമ്മത്തിലെ ഉരച്ചിലുകൾ എന്നിവ ചികിത്സിക്കാൻ ഇത് പലപ്പോഴും ഉപയോഗിക്കുന്നു. അതിനെല്ലാം ഉപരി പുതിയ ചർമ്മകോശങ്ങളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിച്ച് ചർമ്മത്തിന്റെ ഘടന മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. മുഖക്കുരുപാടുകളും സ്ട്രെച്ച് മാർക്കുകളും ഉൾപ്പെടെയുള്ളവയുടെ നിറം കുറയ്ക്കാൻ ഈ എണ്ണ സഹായിക്കും. ഇതിന്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ കാരണം സന്ധിവാതം, പേശിവേദന, സന്ധിവീക്കം തുടങ്ങിയ അവസ്ഥകൾ ചികിത്സിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ഇത് വീക്കം, ചൊറിച്ചിൽ എന്നിവ കുറയ്ക്കുന്നതിലുപരി എക്സിമ, സോറിയോസിസ്, ഡെർമാറ്റിസിസ് എന്നിവയുടെ ലക്ഷണങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ഓയിലിന് ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങളുണ്ട്. ഇത് ചർമ്മത്തെ ബാക്ടീരിയ അണുബാധയിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് അണുബാധയ്ക്കും മുഖക്കുരുവിനുള്ള പരിഹാരമായും ഉപയോഗിക്കുന്നു. ഇതിന്റെ ആൻറ്റി ഫംഗൽ പ്രവർത്തനം കാരണം റിംഗ്വോം എന്നിവ ഉൾപ്പെടെയുള്ള ഫംഗസ് അണുബാധകളെ ചെറുക്കാൻ ഇതിന്റെ എണ്ണയ്ക്ക് കഴിയുന്നു. ഈ ഓയിൽ ഒരു മോയ്സ്ചറൈസർ കൂടിയാണ്. അത് ചർമ്മത്തിന് ജലാംശം നൽകുകയും ചർമ്മത്തിന്റെ വരൾച്ചയെ തടയുന്നത് കാരണം വരണ്ടതും സെൻസിറ്റീവുമായ ചർമ്മത്തിന് ഗുണം ചെയ്യുകയും ചെയ്യും. ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തെ ചെറുക്കാനും പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങൾ കുറയ്ക്കാനും സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡന്റുകളും അവശ്യ ഫാറ്റി ആസിഡുകളും ഇതിന്റെ എണ്ണയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അത് ചർമ്മത്തിന്റെ ഇലാസ്റ്റികത, ദൃഢത എന്നിവ മെച്ചപ്പെടുത്തി നേർത്ത വരകളും ചുളിവുകളും കുറയ്ക്കാൻ സഹായിക്കും. പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ വിവിധ സംസ്കാരങ്ങളിൽ, പ്രത്യേകിച്ച് പസഫിക് ദ്വീപുകളിൽ തമന ഓയിൽ പരമ്പരാഗതമായി പേശികൾ, തലവേദന, ദഹന പ്രശ്നങ്ങൾ എന്നിവയുൾപ്പെടെ പല രോഗങ്ങളും ചികിത്സിക്കാൻ ഉപയോഗിക്കുന്നു. തലയോട്ടിയെ പോഷിപ്പിക്കുന്നതിനും മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും മുടിയുടെ ഘടന മെച്ചപ്പെടുത്തുന്നതിനും മുടി സംരക്ഷണ ഉൽപ്പന്നങ്ങളിൽ ഈ എണ്ണ പലപ്പോഴും ഉപയോഗിക്കുന്നു. ആയുർവേദ മസാജിൽ അഭ്വംഗ എന്ന പേരിൽ അറിയപ്പെടുന്ന തമന എണ്ണ പലപ്പോഴും ചികിത്സാ ആവശ്യത്തിനായി ഉപയോഗിക്കുന്നു. ഇത് ശരീരദോഷങ്ങളെ സന്തുലിതമാക്കുന്നതിനും മൊത്തത്തിലുള്ള ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും രോഗശാന്തിക്കും പ്രയോജനകരമായ ഗുണങ്ങൾക്കായി ആയുർവേദ ഔഷധങ്ങളിൽ ഉപയോഗിക്കുന്ന ഹെർബൽ തൈലങ്ങളിലും സാൽവുകളിലും ഇതിന്റെ എണ്ണ ചേർക്കാറുണ്ട്. രോഗശാന്തിയും പുനർജീവന ഗുണങ്ങളും, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇഫക്റ്റുകൾ, ചർമ്മാരോഗ്യം, ആൻറ്റി മൈക്രോബയൽ പ്രോപ്പർട്ടികൾ, ആൻറ്റി ഏജിംഗ് എന്നിവയൊക്കെയും ആയുർവേദ ചികിത്സാവിധികളിലും എടുത്തു പറയുന്നുണ്ട്. ഇതിന്റെ പാർശ്വഫലങ്ങളും നമുക്ക് പരിശോധിക്കാം. ചില വ്യക്തികൾക്ക് ഇതിന്റെ ഓയിൽ ഉപയോഗിക്കുമ്പോൾ ചർമ്മത്തിൽ പ്രകോപനം, ചുവപ്പ് അല്ലെങ്കിൽ ചൊറിച്ചിൽ എന്നിവ അനുഭവപ്പെടാം. പ്രത്യേകിച്ച് അവർക്ക് സെൻസിറ്റീവ് ചർമ്മമോ വൃക്ഷങ്ങളോട് അലർജിയോ ഉള്ളവരാണെങ്കിൽ. അപൂർവം സന്ദർഭങ്ങളിൽ തമന്ന ഓയിൽ അലർജിറ്റിക് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസിന് കാരണമാകും. ഒരു അലർജിയുള്ള വസ്തുക്കളുമായി സമ്പർക്കം പുലർത്തിയതിനു ശേഷം ചർമ്മം വീർക്കുന്ന അവസ്ഥയാണിത്. ഈ ഓയിൽ സൂര്യപ്രകാശത്തോടുള്ള സംവേദനക്ഷമത വർദ്ധിപ്പിക്കും. ഇത് സൂര്യാതപമോ ചർമ്മത്തിന് കേടുപാടുകളോ വരുത്താം. ഈ അവസ്ഥയെക്കുറിച്ച് ഉള്ള പരിമിതമായ തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിച്ചതിന് ശേഷം നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. ഇത് ചില ആളുകൾ ഉപയോഗിക്കുമ്പോൾ ശരീരത്തിലെ സൂക്ഷ്മ സുഷിരങ്ങൾ അടഞ്ഞേക്കാം. അത് മുഖക്കുരു പടരുന്നതിന് കാരണമാകാം, പ്രത്യേകിച്ച് എണ്ണമയമുള്ളതോ മുഖക്കുരു സാധ്യതയുള്ള ചർമ്മമോ ഉള്ളവരിൽ. ഈ ഓയിൽ കൂടുതലായി ഉപയോഗിക്കുന്നതിന് മുൻപ് ചർമ്മത്തിന്റെ ഏതെങ്കിലും സുരക്ഷിതമായ ഭാഗങ്ങളിൽ ചെറിയ അളവിൽ പാച്ച് ടെസ്റ്റ് നടത്തുക. ഏതെങ്കിലും പ്രതികൂല അവസ്ഥ ഉണ്ടാകുമോ എന്നറിയാൻ 24 മുതൽ 48 മണിക്കൂർ കാത്തിരിക്കുക. പ്രത്യേകിച്ച് സെൻസിറ്റീവ് ചർമ്മമുള്ള വ്യക്തികളിൽ തീർച്ചയായും ഇത് പാലിക്കേണ്ടതാണ്. ഈ എണ്ണ ആന്തരിക ഉപയോഗത്തിന് വേണ്ടിയുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ എണ്ണ കഴിക്കുന്നത് ദഹനനാളത്തിന്റെ അസ്വസ്ഥതയ്ക്കും മറ്റ് പ്രതികൂല അവസ്ഥകൾക്കും ഇടയാക്കും. ഗർഭകാലത്തും മുലയൂട്ടുന്ന സമയത്തും ഇതിന്റെ എണ്ണയുടെ സുരക്ഷയെക്കുറിച്ചുള്ള പരിമിതമായ വിവരങ്ങൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അങ്ങനെയുള്ളവർ ഇത് ഉപയോഗിക്കുന്നതിന് മുൻപേ വിദഗ്ധനായ ഹെർബൽ ഹെൽത്ത് കെയർ പ്രൊഫഷണലിന്റെ വിദഗ്ധ ഉപദേശം തേടേണ്ടതാണ്. അതുപോലെ തന്നെ എക്സിമ, സോറിയോസിസ്, മുഖക്കുരു പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന സങ്കീർണത ഒഴിവാക്കാൻ ഒരു ഡെർമറ്റോളജിസ്റ്റുമായി കൂടിയാലോചിക്കേണ്ടതാണ്. ഈ ഓയിൽ കേടാവുന്നത് തടയാൻ തണുത്ത റെഫ്രിജറേറ്ററിലോ മറ്റോ സൂക്ഷിക്കേണ്ടതാണ്.
കേടായ ഓയിൽ ഉപയോഗിക്കുന്നത് ചർമ്മത്തെ പ്രകോപിപ്പിക്കുകയും ഫലപ്രാപ്തി കുറയ്ക്കുകയും ചെയ്യും. ഇത് ഉപയോഗിക്കുമ്പോൾ കാര്യമായ നീർവീക്കം, ത്വക്കിന് മുകളിൽ ചൊറിച്ചിൽ, ശ്വാസം മുട്ടൽ, തുടർച്ചയായ ചർമ്മ പ്രകോപനം എന്നിവ പോലുള്ള ഗുരുതര അവസ്ഥകളുണ്ടെങ്കിൽ ഉപയോഗം നിർത്തി എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടേണ്ടതാണ്. ഇതിന്റെ എണ്ണയ്ക്ക് ധാരാളം ഔഷധ ഗുണങ്ങൾ ഉണ്ടെങ്കിലും വളരെ ശ്രദ്ധയോടുകൂടെ ഉപയോഗിക്കേണ്ടതും അതുപോലെ ഇതിന്റെ പാർശ്വഫലങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും അത്യാവശ്യമാണ്. ഏതെങ്കിലും ഔഷധ സസ്യങ്ങൾ ചികിത്സാ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് മുൻപേ വിദഗ്ധനായ ഒരു ഹെർബലിസ്റ്റിന്റെ നേതൃത്വത്തിൽ തന്നെ ആയിരിക്കണം. അതിന്റെ കാരണം നമ്മൾ ഒരുപാട് നേരത്തെയുള്ള ധാരാളം വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഔഷധ സസ്യങ്ങൾക്കും ചില പാർശ്വഫലങ്ങളുണ്ട്. അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം എന്ന് മാത്രം. അത് മാത്രമല്ല, വ്യക്തിഗത ശാരീരിക ഘടനകൾ അനുസരിച്ച് ചില ഔഷധങ്ങൾ ചില ആൾക്കാരിൽ പ്രതിപ്രവർത്തനം സൃഷ്ടിച്ചേക്കാം. പക്ഷെ ഒന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും, ചില സസ്യങ്ങളുടെ ഉപയോഗവും അതിന്റെ അളവും മരണം വരെ സംഭവിച്ചേക്കാം. ഞങ്ങളിവിടെ നടത്തുന്നത് ആധികാരികവും തികച്ചും സത്യസന്ധവുപരമായ പഠനമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പുന്നയ്ക്കയെ കുറിച്ചുള്ള സവിശേഷതകളും പരിചരണങ്ങളും അതിനെ ബാധിക്കുന്ന കീടങ്ങളും രോഗങ്ങളും പിന്നെ അതിന്റെ പാർശ്വഫലങ്ങളും ഒക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അഭിപ്രായങ്ങൾ കമന്റായോ ലൈക്കായോ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു ചെടിയായിട്ട് വരുന്നത് വരെ ബൈ.